നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ സൗഹൃദത്തിൽ, ഞങ്ങളുടെ കണ്ടുമുട്ടലുകളിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന കാര്യമാണ് ഈ പാട്ടുകൾ. നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ ഒരു സൗന്ദര്യം. ഞങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകളുടെ പൊരുൾ തേടി ഞങ്ങൾ ഒട്ടും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഞങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടി ആ ഒരു കൃത്യതയില്ലാത്ത സംസാരത്തിൽ പങ്കാളികൾ ആകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാട്ടുകളെന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലുള്ള പാട്ടുകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതിന് പഴയതെന്നോ പുതിയതെന്നോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. ഒരു പാട്ടിൻ്റെ ലിറിക്കായിരിക്കാം, മ്യൂസിക്കായിരിക്കാം, ആലാപനമായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് പുറകിലേക്ക് ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് കിട്ടുന്ന നമുക്ക് ഓരോ പാട്ടിൽ നിന്നും കിട്ടുന്ന കുറേ അറിവുകളുണ്ട്. അത് പലപ്പോഴും ഷെയർ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ മറ്റൊരു കാര്യം. ആ സിനിമയിൽ ഇങ്ങനൊരു പാട്ടുണ്ട്, അല്ലെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടർ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ എപ്പോഴും നമ്മളെ ഒരു സംഗീത പഠനത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം അത് രസമായിരിക്കും. നമുക്ക് എല്ലാവരുമായിട്ടും ഇതുപോലെ പങ്കുവയ്ക്കാം. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പറഞ്ഞിട്ട് ONV സാറിൻ്റെ പാട്ടുകളിൽ ഉള്ള പാട്ടുകാരൻ, ഗായകൻ, പാടൽ അല്ലേ, ഗാനം ഒരു യൂസഫ് അലി സാറിൻ്റെ പാട്ടുകൾ, ചോദ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ ചോദ്യങ്ങൾ, ഒരിക്കലും തീരാത്ത സംശയങ്ങൾ. പണ്ടൊക്കെ നമുക്ക് സംശയം തോന്നുമായിരുന്നു, ഇതാരുടെ പാട്ടാണ്. പക്ഷെ ഈ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പോസേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം ഇപ്പം വരാറില്ല പൊതുവെ, അല്ലേ? നമ്മളത് ഒരു മുദ്ര കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എഴുത്തിലും ആ മുദ്ര ഉണ്ടാവും. ചില പദപ്രയോഗങ്ങൾ അവർക്ക് മാത്രം അവകാശപ്പെട്ടാണ്. പറഞ്ഞ പോലെ പാട്ടിന്റെ എവിടെങ്കിലും ഒരു ഭാഗത്ത് ഗാനം, ഗായകൻ, പാട്ടുകാരൻ എന്നവരാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും. സാർ ആയിരിക്കാം, അത് മിക്കവാറും ശരിയായിരിക്കും. അതുപോലെ ഈ ചില പദപ്രയോഗം, കൈതപ്രം സാറിന്റെ ചില പദപ്രയോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ സംസാരിച്ച പോലെ. കാരണം ഈ മ്യൂസിക് കമ്പോസേഴ്സ് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അവർ ഈ സ്വന്തമായൊരു മുദ്ര, ശൈലി നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ചില പാട്ടുകളുണ്ട്. അവരുടേതല്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ബ്രെയിനിനെയും മനസ്സിനെയും മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പാട്ടുകൾ. അതിൽ എല്ലാവരും ഇങ്ങനെ ശ്രേണീകരിച്ച് വെച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയാണെങ്കിൽ കർണാട്ടിക് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ, ഇപ്പോ നനഞ്ഞു നേരിയ അല്ലേ, ആ പാട്ട് എന്റെ മോഹങ്ങൾ പൂണിഞ്ഞു, അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മെലോഡിയസ് ആണ്. പിന്നെ അതുപോലെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും സ്വാമിയാണ് തോന്നുന്നത്. അതുപോലെ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ, എന്ന ശ്രുബിന്ദുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ, എൻ സ്വപ്നരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എന്നും ആ നോട്ടില് ലോക്കായി ആവുന്നതേ. അതെ, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അത്തരം ആഹിർ ഭൈരവിലൊരു പാട്ടുണ്ട്, ദണ്ഡായുധപാണി പെരുന്നയിലമരുമൻ ദേവനയാറുമുഖനേ. അത് ആഹിർ ഭൈരവിലാണെങ്കിലും ആദ്യത്തെ ആ നോട്ട് തന്നെ അങ്ങനെ ഒരു വേറെ നോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴാണ് അറിയാൻ പറ്റില്ല, തിരിച്ചറിയുന്നത്. അതുപോലെ മഹിഷാസുരന്റെ പ്രതിയോ ശരിക്കും ഒരു ബ്ലൂസിന്റെ റൂട്ട് ആണ് ശരിക്കും. കുമരേശൻ അദ്ദേഹം അത്ര ലൗഡ് അല്ല, ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ, പക്ഷെ ഒന്നും പറയാറില്ല. അതെ, എന്തൂസിയാസ്റ്റുകൾക്ക് അത് വളരെ രസമായിട്ട് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇത്. അതുപോലെ ദേവരായ മാഷിന്റെ ചില പാട്ടുകൾ, ഇലഞ്ഞിപ്പൂമണം, ആ പാട്ടിന്റെ അർത്ഥം അറിയാത്തവർക്ക് പോലും, അതിന്റെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും സംതിങ് ഒരു ബ്രീസ് ഒഴുകി വരുന്ന ഒരു മന്ദമാരുതം പോലെ ഒരു ഫീല് ഉണ്ടാക്കുന്ന പാട്ടല്ലേ അത്. ഈ പാട്ടിനൊക്കെ അതുണ്ട്, ഇതിന്റെ സംഗീതം കൊണ്ട് തന്നെ നമ്മളെ അർത്ഥം അനുഭവിപ്പിക്കുന്നുണ്ട്. ശരിക്കും സംഗീതത്തിന് ഒരു ഭാഷയുണ്ടല്ലോ, നമ്മളെപ്പോഴും ആലോചിക്കേണ്ട. കാരണം ഭാഷ വേറെ, കവിത വേറെ, പക്ഷെ സംഗീതത്തിന് തന്നെ ഒരു ഭാഷയുണ്ട്. അതുകൊണ്ടാണ് ഭാഷ അറിഞ്ഞുകൂടാത്തവർക്ക് പലപ്പോഴും പാട്ടിന്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അത് അതിന്റെ ആശയം കൂടി മനസ്സിലാവുമ്പോൾ ഇത് ഡബിൾ ആവും, എൻ്റെ ആസ്വാദനം ഇരട്ടിയായി മാറും, അല്ലേ? സുദീപ് ദേവരായ മാഷിന്റെ ശിഷ്യനാണല്ലോ. പണ്ട് ഈ ചട്ടക്കാരിയിലെ പാട്ടില്ലേ, മന്ദസമീരനിൽ, അതിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. മന്ദസമീരനിൽ ഒഴുകി ഒഴുകി
ഇന്ദ്രചാപം നീ. അപ്പൊ മന്ദസമീരൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് ആരോ പറഞ്ഞത്രേ, പ്രൊഡ്യൂസറോ ആരോ. കാറ്റ് ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇംപ്രവൈസ് ചെയ്തിട്ട് മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും അതെ ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും എന്തു ഗോപം നീ. അതെ. അതുപോലെ അതില് എൻ്റെ ഒരു സ്റ്റാൻസയില് മദന നർത്തനശാലയിലുണരും മൃദുമൃദംഗം നീ. ഭാഷ മൃദുമൃദംഗം എന്ന് പറയുമ്പോൾ അത് അജലതരംഗം നീന്നുണ്ട്. മൃദുമൃദംഗം പാടിയപ്പോൾ മാഷ് പറഞ്ഞ അവിടെ സംഗതി വേണ്ട, മൃദുമൃദംഗം നീന്ന് മൃദംഗം ഫീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ. അങ്ങനെ അതുപോലെ അദ്ദേഹം ചെയ്ത ഒരു ഏർലി 80s തോന്നുന്നു ഉല്ലാസപ്പൂത്തിരികൾ അല്ലേ? ഉല്ലാസപ്പൂത്തിരി. അത് ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു KJ ജോയ് അദ്ദേഹത്തിന്റെ അപ്പൊ ആ ഒരു കാലഘട്ടവുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കോമ്പോസിഷൻ അത് പലർക്കും അറിഞ്ഞൂടാ. ദേവരാം മാസ്റ്റർ പാട്ടായിട്ട് പ്രധാനപ്പെട്ട പാട്ടുകളുടെ കൂട്ടത്തിൽ ആ പാട്ട് വരുന്നില്ല. മാത്രമല്ല ഈ ട്യൂൺ ഇട്ടിട്ട് എഴുതുന്ന സംഗീതം വളരെ കുറച്ച് പാട്ടുകളിലെ മാസ്റ്റർ ഉപയോഗിച്ചു. ഉല്ലാസപൂതിരികൾ അങ്ങനെ ചെയ്തതാണ് യൂസഫ് അലി സാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നീട്. അതുപോലെ അതിലെ മറ്റേ പാട്ടും സംഗീതമേ നിൻ പൂഞ്ചിറകിൽ എന്നോമലാൾ തൻ കണ്ണീരോ വിട ചൊല്ലിപ്പിരിയം വേദിയിൽ വേദന വിടർത്തിയ പനീരോ. അതൊരു വ്യത്യാസമുള്ള പാട്ടാണ്. അതുപോലെ ആണ് രാഘവൻ മാഷിന്റെ ഒരു പാട്ട് എനിക്ക് പണ്ട് തൊട്ടേ ഹോണ്ട് ചെയ്യുന്ന ഒരു പാട്ടാണ് ശ്യാമസുന്ദര പുഷ്പമേ. അദ്ദേഹം കുറച്ച് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഫോക്കിന്റെ ആളാണ്. പിന്നെ കുറച്ച് ക്ലാസിക്കലും. അദ്ദേഹത്തിന് കൂടുതൽ പി ഭാസ്കരൻ മാഷാണല്ലോ പാട്ടുകൾ കൂടുതൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചത് രാഘവൻ മാഷാണ് ഈ ഭാസ്കരൻ മാഷ് എന്നുള്ളതാണ്. പക്ഷെ ശ്യാമസുന്ദര പുഷ്പമേ ONV സാറാണ്. ശരിയാണോന്നറിയില്ല. ശ്യാമ മേഘമേ നീയൻ പ്രേമദൂതുമായി ദൂരെ, ഇത് കേട്ടിട്ട് അദ്ദേഹം ചോദിച്ചു ONV സാറിനോട് അത്ര, എനിക്ക് ശ്യാമ വെച്ചിട്ടൊരു പാട്ട് വേണം, ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് വെച്ച് പാട്ട് തുടങ്ങുക എന്ന് പറയുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എഴുതി കൊടുത്താണ്. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു പാട്ടായിട്ടിരിക്കും തോന്നിയില്ല. ഞാൻ പണ്ട് റേഡിയോയിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ എൻ്റെ അമ്മാവനൊക്കെ സ്ഥിരമായിട്ട് പാടുന്നൊരു പാട്ടാണ് പണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ആ പാട്ടിനോടുണ്ട്. പക്ഷെ പിന്നീട് കവിത നോക്കുമ്പോൾ ഈയിടെ അൻവർ അലി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒരു ഗീതകം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്. ഗീതകം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് മ്യൂസിക് ഇൻ ഇറ്റ് എന്നുള്ളൊരു പരിപാടിയാണ്. സംഗീതം അതിനപ്പുറത്ത് ചേരുന്നു, അതല്ലാതെ തന്നെ ഒരാൾ കമ്പോസ് ചെയ്യാതെ തന്നെ അതിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഗാനത്തിൽ ഉടനീളമുള്ളൊരു ഒരു ബന്ധം ഉണ്ടല്ലോ. ഇപ്പൊ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലൊക്കെ അത് കാണാൻ പറ്റും. അതുപോലെ ഈ പാട്ടില് ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമാണല്ലോ. ധ്യാനലീനമേരിപ്പു ഞാൻ ഗാനമെന്നെ മറക്കുമോ, എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ. അതെ, ഗാനം എന്നെ മറക്കുമെന്ന്, ഞാൻ പാട്ടിനെ മറക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ഗാനം എന്നെ മറക്കുമെന്നുള്ളതാണ്. അതോ ഈ ഗാനം എന്നിൽ തന്നെ മരിക്കുമോ? എന്നിട്ട് അനുപല്ലവിയിൽ പോകുന്നത് ദൂരെ ഏതോ വിഭജിയിൽ പടർന്നേറുവാൻ അതിനാകുമോ, ഏത് ഈ പാട്ടിനാകുമോ അല്ലെ, എന്നിൽ നിന്ന് പോയിട്ട് അല്ലാതെ വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകും. അതെ, വേദന ശ്രുതി കലർന്ന് അത് വേറൊരു രാഗമാകും. കലർന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതേപോലെ അങ്ങനെ ഉണ്ടല്ലോ, ഭാഷയുടെ കലർന്ന് അത് വേറൊരു രാഗമായി മാറുമോ എന്നൊക്കെ പുള്ളി ചോദിക്കുന്നത്. ഈ നമ്മുടെ സ്വന്തം പാട്ടിൽ നമ്മളിലുണ്ടായ ഒരു പാട്ടിനെ കുറിച്ചുള്ള വേവലാതി, അതൊരു വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ശരിക്കും. നമ്മളെ തന്നെ നഷ്ടമാകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ ഒരു പാട്ട്. അതാണ് ഈ പറഞ്ഞ ആദ്യന്ത ബന്ധം എന്ന് പറയുന്നൊരു അവസാനം വരെ അത് കൊണ്ട് കൂട്ടിക്കെട്ടും. അത് സുഗമദേവി എന്ന പാട്ടിൽ അതുപോലെ തന്നെ കുശലം ചോദിപ്പോ നിറകിൽ തഴുകി എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി. പിന്നീട് വരുന്ന കളമൊഴികൾ
കുശലം ചൊല്ലും. ചൊല്ലും. എന്ത് കുശലം ചൊല്ലുന്നത് എന്താണ്? സുഗമോദേവി എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കണക്ഷൻ കണക്ഷൻ അത് എം വി സാറിന്റെ പാട്ടുള്ളത് ഭീകരമാണ്. ഒരു എഞ്ചിനീയറിംഗ് ആണത്. ഭീകരം നമ്മൾ വാക്ക് അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പോലും അതെ. അത് രാഘവൻ മാഷിന്റെ കാര്യം പറയുമ്പോൾ തിക്കൊടിയൻ എഴുതിയ ആ പാട്ട് അപ്പോഴും പറഞ്ഞില്ലേ അദ്ദേഹം തന്നെയാണല്ലോ അത് പാടിയിരിക്കുന്നത്. അത് ഒരു സ്വിങ് ഉണ്ടല്ലോ ഉണ്ട്, അതിന്റെ ടെമ്പോയിലുള്ള ഒരു വേരിയേഷൻ. അതെ അതെ. ചതുരസ്രത്തിൽ നിന്ന് തിസ്രത്തിലേക്ക് മാറി വീണ്ടും ചതുരസ്രത്തിൽ വരുന്ന ചെറിയൊരു സിങ്കോപ്പേഷൻ മാറുന്ന ഇങ്ങനെ ഒരു ഫോക്കിഷ് ആയിട്ടുള്ള പണ്ട് ഈ ചിന്തുപാട്ടുകളിലൊക്കെ കേൾക്കുന്ന ചില പ്രയോഗങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഒരു പാട്ട് തിരുവേഗപ്പുറയുള്ള ഭഗവാൻ അന്നൊരു നാൾ എന്ന് പറഞ്ഞിട്ട് പാട്ട് സുദീപ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പി ഭാസ്കരൻ മാഷിന്റെ പാട്ടാണ് അത്. ശങ്കരാഭരണ രാഗത്തിലാണ് ജാനകിയമ്മയാണ് പാടിയത്. ജാനകിയമ്മയുടെ ഒരു പ്യൂരിറ്റി, സിംഗിങ്ങിന്റെ പ്യൂരിറ്റി കൊണ്ടുവന്നുള്ള ശങ്കരാഭരണത്തിന്റെ വളരെ ലൈറ്റായിട്ടുള്ള പാട്ടാണ്. അതിൽ വരികളുടെ ഒരു അത്ഭുതമുണ്ട് ശരിക്കും. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീയേക്കിനാവു കണ്ടു മകയിര പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാൽ ആടിയാടി. സന്തോഷമായിട്ട് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ശങ്കരനും പാർവതിയും കൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാലൊക്കെ അവർ കൈലാസത്തിലല്ലേ ഇരിക്കുന്നത്. കൈലാസത്തിൽ മാവുണ്ടോ? പിന്നെയാണ് തിരുവേഗപ്പുറയുള്ള ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമ്മുടെ നാട്ടിലല്ലേ മാവുണ്ടാകും. അതുമൊക്കെ ഈ ഭാസ്കരൻ മാഷ് നിമിഷ നേരം കൊണ്ട് എഴുതിയതാണെന്നാ പറയുന്നത്. അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടെ എന്നറബി കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നോ, സുഖമായി വാഴുന്നോ. അത് സാധാരണയുള്ള രാമമാഷയുടെ ശൈലിയിൽ പാട്ടാണ്. ഒരിക്കലും അല്ല. കറക്റ്റാണ്.